അൽറായി, ജുമുഅസൂഖ്, ജലീബ്, മിർഗാബ്, ഫഹാഹിൽ, അബു ഖലീഫ തുടങ്ങിയ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധനാ ക്യാമ്പയിൻ അരങ്ങേറിയത്. 250 സുരക്ഷാ ഉദ്യോഗസ്ഥരും 70 പട്രോൾ സംഘങ്ങളും മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥരും പരിശോധനയിൽ പങ്കെടുത്തു. 811 പുരുഷന്മാരും 120 സ്ത്രീകളും റെയ്ഡിൽ പിടിയിലായതായി ആഭ്യന്തര വകുപ്പിലെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് മേധാവി ബ്രിഗേഡിയർ ആദിൽ ഹഷാഷ് സ്ഥിരീകരിച്ചു. രാജ്യത്ത് ശുദ്ധീകരണ പ്രക്രിയക്ക് തുടക്കം കുറിച്ചതായാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ പൊതുസുരക്ഷാ വിഭാഗം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി കേണൽ അബ്ദുൽ ഫത്താഹ് അലി ക്യാമ്പയിനെ വിശേഷിപ്പിച്ചത്. ഇഖാമ ലംഘനം, സ്പോൺസർമാരിൽ നിന്നുള്ള ഒളിച്ചോട്ടം, സ്വന്തം സ്പോൺസറുടെ അടുത്തല്ലാതെ ജോലി ചെയ്യൽ, തെരുവ് കച്ചവടം എന്നീ കുറ്റങ്ങൾക്കാണ് അറസ്റ്റുണ്ടായിരിക്കുന്നത്. വിവിധ കുറ്റകൃത്യങ്ങളിൽ പ്രതികളായി ഒളിവിൽ കഴിയുന്നവരും പിടിയിലായിട്ടുണ്ട്. ജലീബിലെ ഹസാവി, അബ്ബാസിയ എന്നിവിടങ്ങളിൽ പ്രത്യേക ചെക്ക് പോസ്റ്റുകൾ തീർത്താണ് പരിശോധന നടത്തിയത്. 270 പുരുഷന്മാരും 80 സ്ത്രീകളും ഉൾപ്പെടെ ജലീബിൽ നിന്ന് മാത്രം 350ഓളം വിദേശികൾ പിടിയിലായിട്ടുണ്ടെന്നാണ് അധികൃതർ നൽകുന്ന വിവരം. രാജ്യവ്യാപകമായി വരും ദിവസങ്ങളിലും സമാന രീതിയിൽ ക്യാമ്പയിനുകൾ ഉണ്ടാകുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതിനിടെ പിടിയിലായവരിൽ മതിയായ രേഖകൾ ഹാജരാക്കിയ ചിലരെ പിന്നീട് വിട്ടയച്ചതായും അധികൃതർ അറിയിച്ചു. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി.